അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഫ്രൈയും പിന്നെ വറുത്തരച്ച ചിക്കൻ കറിയുടെ ഒരു റെസിപ്പിയുമാണ് കേട്ടോ. ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഫ്രൈ ഉണ്ടാക്കാനായി 3/4 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് മാഗ്നേറ്റ് ചെയ്തെടുക്കാനായി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ പൊരിച്ച ചിക്കൻ്റെ മസാല എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ ഉണ്ട് കേട്ടോ. ആ പൗഡർ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ലെമണിൻ്റെ പകുതിയുടെ നീരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ചെടുത്തതും 3 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ തന്നെ മുളകും ഉണ്ട്, എന്നാലും ഞാൻ 1 സ്പൂണും കൂടി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സാദാ മല്ലിപ്പൊടി 1 സ്പൂണും 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം 2 തണ്ട് കരിവേപ്പിലയും ചിക്കൻ കഴുകിയെടുത്തതും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ഇടാം. പിന്നെ 2 ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഈ ചിക്കൻ വേവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചിക്കൻ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. ഞാൻ 3/4 മുറി തേങ്ങയും പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും ചുവന്ന ഉള്ളിയും കരിവേപ്പിലയും കൂടി ഇത് ചേർത്ത് നല്ലതുപോലെ ചുവന്ന കളറിൽ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ തേങ്ങ വറുത്തരച്ചത് ഇനി നമുക്ക് ഈ ചിക്കൻ വെന്തയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറുത്തരച്ച കറിയാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില വിതറിയതിന് ശേഷം ഇത് വാങ്ങി വെക്കാം. ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചുവന്നുള്ളി ചെറുതായി മുറിച്ചെടുത്തതിന് ശേഷം 1 തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് ചുവന്ന് വരുമ്പോൾ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി ആദ്യം ചീനച്ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പപ്പടമാണ് ഇട്ട് ആദ്യം പൊരിച്ചെടുക്കുന്നത്. ഈ പപ്പടം പൊരിച്ചെടുത്തതിന് ശേഷം ഈ ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം നല്ല മൂത്ത ചിക്കനാണിത്. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചുകൊണ്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാ ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് 1 സബോളയുടെ പകുതിയും 2 വെളുത്തുള്ളി അല്ലിയും കൂടി മുറിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 തണ്ട് കരിവേപ്പില. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഒന്ന് വഴന്ന് കിട്ടിയാൽ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളത്തിൽ 1/2 സ്പൂൺ കോൺഫ്ലവർ കലക്കിയതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ കോൺഫ്ലവർ എല്ലാം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി ഒഴിച്ച് കൊടുക്കുന്നത് 2 സ്പൂൺ ടൊമാറ്റോ സോസാണ്. ഈ സോസ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ച ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് 1 പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ സോസ് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിച്ചാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇന്ന് നമുക്ക്
നെയ്ച്ചോറും വറുത്തരച്ച ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും തൈരും അച്ചാറും പപ്പടും. ഇതാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.